Hi team, welcome back. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് AWS ക്ലൗഡ് സർവീസായ IAM ആണ്. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറയുണ്ടായി നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സർവീസിൽ വരുന്നതാണ് AWS IAM. ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ AWS VPC, പിന്നെ AWS EC2, AWS S3 ഇതെല്ലാം. അതിൽ ഇപ്പോൾ IAM-നെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിൽ മെയിനായിട്ട് വാട്ട് ഈസ് IAM ആൻഡ് ഹൗ IAM വർക്ക്സ്. Okay, then let's start. ഇതിലിപ്പോൾ എന്താണ് IAM എന്ന് പറയുകയാണെന്ന് വെച്ചാൽ IAM എന്ന് പറയുന്നത് നമുക്ക് ഒരു AWS അക്കൗണ്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ AWS അക്കൗണ്ട് ആക്സസ് ചെയ്യണത്, അതായത് ഇപ്പോൾ ഒരു യൂസറിന് എന്തൊക്കെ റിസോഴ്സ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനും കൺട്രോൾ ചെയ്തൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് യൂസർക്ക് പെർമിഷൻ കൊടുക്കാനെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് IAM എന്ന് പറയുന്ന സർവീസ്. അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇസ് എ വെബ് സർവീസ് ദാറ്റ് ഹെൽപ്പ് യു സെക്യൂർലി കൺട്രോൾ ആക്സസ് ടു AWS റിസോഴ്സസ്. വിത്ത് IAM യു ക്യാൻ മാനേജ് പെർമിഷൻസ് ദാറ്റ് കൺട്രോൾ വിച്ച് AWS റിസോഴ്സസ് യൂസേഴ്സ് ക്യാൻ ആക്സസ്. ഇപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ അക്കൗണ്ടിൽ ഇങ്ങനെയായിരുന്നു. ഒരു അക്കൗണ്ടിൽ തന്നെ പല പ്രോജക്ട്സും നമ്മൾ പല VPCയിലായിട്ട് പല പ്രോജക്ട്സും ക്രിയേറ്റ് ചെയ്യും. ഈ പല പ്രോജക്ട്സിൻ്റെയും ആപ്ലിക്കേഷൻ ഹാൻഡിൽ ചെയ്യണത് ഡിഫറെൻറ്റ് ടീമായിരിക്കും. ഇപ്പോൾ ഈ ഡിഫറെൻറ്റ് ടീം പല സർവീസസ് പല റിസോഴ്സസ് ആക്സസ് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഏതൊക്കെയാണോ റിസോഴ്സ് ആവശ്യമുള്ളത് ആ പെർട്ടിക്കുലർ റിസോഴ്സിൻ്റെ ആക്സസ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കണം. അതൊരു സെക്യൂരിറ്റി കൺസേൺ ആണ്. ഇപ്പോൾ ബൈ മിസ്റ്റേക്ക് ഒരാൾ അവരുടെ റിസോഴ്സ് അല്ലാണ്ട് വേറൊരു റിസോഴ്സ് ആക്സസ് ചെയ്തിട്ട് അതിൽ വല്ല ഡിലീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ക്ലൗഡ് അഡ്മിൻ എന്ന് പറയുന്ന ഒരു റോളിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എങ്ങനെയാണ് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുക, അത് ഒരു ഗ്രാനുലർ പെർമിഷൻ കൊടുക്കണം എന്നുള്ളത് ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്കതൊരു കൺസേൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം. ഇതിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞു IAM-ൽ നമുക്ക് ഈ സെക്യൂർലി കൺട്രോൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് അവിടെ നടക്കുന്നത് വെച്ചാൽ ഇതിൽ യു യൂസ് IAM ടു കൺട്രോൾ ഹൂ ഈസ് ഓതൻറ്റിക്കേറ്റഡ്, അതായത് ആരാണോ സൈൻ ഇൻ ചെയ്യണതും ആൻഡ് ഓതറൈസ്ഡ് ഹാസ് പെർമിഷൻ ടു യൂസ് റിസോഴ്സസ്. ഒരാൾ നമ്മളൊരു അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ ആ യൂസർ അങ്ങനെ ഒരു യൂസർ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ഓതൻറ്റിക്കേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യൂസറിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ട്, ഏതൊക്കെ റിസോഴ്സ് ആക്സസ് ചെയ്യാമെന്നുള്ളത് ചെക്ക് ചെയ്യണതാണ് ഓതറൈസേഷൻ. ഇങ്ങനെ ഈ ഓതൻറ്റിക്കേഷനും ഓതറൈസേഷനും നടന്നു കഴിഞ്ഞാലാണ് ഈ ഒരു യൂസറിന് ഒരു പെർട്ടിക്കുലർ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് ഇപ്പോൾ എങ്ങനെയാണ് ആക്സസ് ചെയ്തത്, നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു, അത് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് യൂസർ എങ്ങനെയാണ് ആക്സസ് ചെയ്യണത്, ഇപ്പോൾ സൈൻ ഇൻ ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പം മുമ്പത്തെ വീഡിയോയിൽ കാണുന്നുണ്ടായി. നമുക്കൊരു റൂട്ട് യൂസറായിട്ട് ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞു. അതേപോലെ IAM യൂസറായിട്ട് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെയുള്ള വേറെ ഒന്നാണ് IAM റോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റോളിലൂടെയും ആക്സസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് IAM-ൽ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ്. IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഈ IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു യൂസർ, അതായത് ആ യൂസറിന് ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്തിട്ട് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യും. ഈ യൂസറിനെ നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത യൂസറിന് ഒരു പെർമിഷനും ഇല്ല, വെറും ഒരു യൂസർ വിത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡാണ് ഫസ്റ്റ് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്താൽ കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു പോളിസി വഴി IAM പോളിസി വഴി ഏതൊക്കെ പെർമിഷൻ കൊടുക്കണം, അതായത് ഏത് റിസോഴ്സ് ആക്സസ് ചെയ്യാൻ എന്തൊക്കെ പെർമിഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താലാണ് ഈ യൂസറിന് പെർമിഷൻസ് അലൗഡ് ആവുക.
ഇപ്പോൾ ഇതെല്ലാം ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ടും അതുപോലെ AWS റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് AWS IAMൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അവിടെ IAM ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൽ കുറേ യൂസേഴ്സ് ഉണ്ട്. അതായത് ഒരുപാട് യൂസേഴ്സിന് സെയിം ആക്സസ് വേണ്ട കുറച്ച് യൂസേഴ്സ്. ഇപ്പോൾ നമ്മൾ ഓരോ IAM യൂസറിനെയും ക്രിയേറ്റ് ചെയ്യുക, ആ ആൾക്ക് പെർമിഷൻ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആ ഗ്രൂപ്പിൽ എന്തൊക്കെ പെർമിഷൻ വേണം ആ പെർമിഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്യാം. ഈ ഗ്രൂപ്പിൽ പെർമിഷൻസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ യൂസറിന് പെർട്ടിക്കുലർ യൂസർ നെയിം പാസ്വേഡായിട്ട് ഓരോ IAM യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് വെച്ചാൽ ആ യൂസേഴ്സിനെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മതി. അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിൽ എന്തൊക്കെ പെർമിഷൻ ഉണ്ടോ അതെല്ലാം അവർക്ക് ഓട്ടോമാറ്റിക് ആ പെർമിഷൻസ് ഒക്കെ അലൗഡ് ആയി കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് അത് ഒരു ഹെൽപ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രോജക്റ്റ് കഴിഞ്ഞു, ഈ യൂസേഴ്സിൻ്റെ ആക്സസ് എല്ലാം നമുക്ക് റിവോക്ക് ചെയ്യണം. അത് തിരിച്ച് ആ യൂസേഴ്സിനൊന്നും ഇനി അവിടേക്ക് ആക്സസ് കൊടുക്കരുത്. അങ്ങനെ ഒരു യൂസ് കേസ് വരുമ്പോൾ ഇത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ യൂസേഴ്സിനെല്ലാം ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇവരെ ആഡ് ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ഈ പെർമിഷൻ ഉണ്ടാവുള്ളൂ. ഈ യൂസേഴ്സിനെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവർക്ക് ഒരു പെർമിഷനും ഉണ്ടാവില്ല. പിന്നെ ഗ്രാജുവലി അവരെ ഡിലീറ്റ് ചെയ്ത് യൂസേഴ്സിന് ആക്സസ് ഇല്ലാത്ത യൂസേഴ്സിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതി. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാന്ന് വെച്ചാൽ അതും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ യൂസേഴ്സിന് ആക്സസ് പിന്നെ അലൗഡ് ആവില്ല. അതിലത്തെ ഇവിടെ യൂസേഴ്സിൻ്റെ റെസ്ട്രിക്റ്റ് ചെയ്ത് വരും. പിന്നെ അടുത്തതാണ് IAM റോൾ. IAM റോൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ IAM role to grant temporary access to AWS services for application services or other accounts. ഇപ്പം നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഒരു യൂസർ ആണെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ആക്സസ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസിലുള്ള ഒരു ആപ്ലിക്കേഷൻ S3 ബക്കറ്റിനെ ആക്സസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു യൂസ് കേസ് വരുമ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഒരു പെർമിഷൻ കൊടുക്കണം ഈ S3 ആക്സസ് ചെയ്യാൻ, S3 ബക്കറ്റ് ആക്സസ് ചെയ്യാനായിട്ട്. അത് വരുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റോൾ ക്രിയേറ്റ് ചെയ്യുക. ഈ റോളിലും ഇതേ കാര്യമാണ് നടക്കുന്നത്. ഒരു ടെമ്പററി ആയിട്ടൊരു ആക്സസ്, അതായത് ഒരു ആക്സസ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എപ്പോഴാണോ ഈ ആപ്ലിക്കേഷൻ S3 ബക്കറ്റിനെ ആക്സസ് ചെയ്യണത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ റോൾ യൂസ് ചെയ്ത് അതിന് ആക്സസ് കിട്ടി അതിനെ S3 ബക്കറ്റിനെ ആക്സസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ നമുക്കൊരു സർവീസിലേക്ക് ഒരു ആക്സസ് കൊടുക്കണം. അതേപോലെ തന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ഒരു യൂസറിനെ ആക്സസ് ചെയ്യണം. അതും നമുക്ക് റോൾ വഴി കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോഗിൻ ചെയ്ത ക്രെഡൻഷ്യൽ യൂസ് ചെയ്ത് ഈ റോളിലേക്ക് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ പറയേണ്ടത് IAM പോളിസി. അതായത് പോളിസി പൊതുവേ നമ്മൾ എഴുതാം ഒരു JSON ഫോമാറ്റിൽ എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽ എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ നമുക്ക് JSON അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പോളിസിയിൽ എന്തൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ആ പെർമിഷൻ, ഏത് റിസോഴ്സിനെ എന്തൊക്കെ ആക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് JSON അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ പോളിസിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് ടൈമിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്കൊരു പുതിയൊരു യൂസർ വന്നു, ആ യൂസറിന് നമ്മളൊരു IAM യൂസർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അവരുടെ പെർട്ടിക്കുലർ റിസോഴ്സസ് ആക്സസ് ചെയ്യാനാണ്, അതിനൊരു പെർട്ടിക്കുലർ ആക്ഷൻ റിക്വയർഡ് ആണ്. പക്ഷെ ഇപ്പോൾ അവർ പറയാണ് ആ ആക്ഷൻ കംപ്ലീറ്റ്ലി അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണില്ല, അവർക്കൊരു എറർ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ പോളിസിയിൽ, ഈ JSON ഫോമാറ്റിലുള്ള പോളിസിയിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിലൊരു നല്ല നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ആക്ഷനാണ്, അതായത് എററിൽ തന്നെ അത് പിന്നെ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ച് ഏത് ആക്ഷനാണ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത്, അതിന് എന്താണ് ഇനി എക്സ്ട്രാ ഒരു പെർമിഷൻ വേണ്ടത്, അത് നോക്കിയിട്ട് നമ്മൾക്ക് ട്രബിൾ ഷൂട്ടിംഗ് എളുപ്പമായിരിക്കും. ഓക്കെ.
ഇനി അടുത്തത് AWS IAM-ൽ അവരൊരു നമുക്ക് ഒരു എൻഹാൻസ് സെക്യൂരിറ്റി ബൈ എനേബിളിംഗ് MFA. അതായത് ഇപ്പോൾ യൂസേഴ്സിന് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ആക്സസ് ചെയ്യണ കാര്യം പറഞ്ഞു. അതിലും ഒരു വൺ മോർ ലെയർ ഓഫ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണതാണ് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷനിലൂടെ MFA. അത് നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ അങ്ങനെ നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ IAM-ൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിനൊരു ബാർകോഡ് സ്കാൻ ചെയ്യുക, എന്നിട്ട് അത് കോൺഫിഗർ ചെയ്യുക, MFA കോൺഫിഗർ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൈമിലും നമ്മൾ AWS അക്കൗണ്ട് ആക്സസ് ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് പിന്നെ ഈ MFA ടോക്കൺ, അതായത് ഒരു 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും, ആ ടോക്കണും കൂടിയും പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ലെയർ ഓഫ് സെക്യൂരിറ്റി ആഡ് ചെയ്തതാണ്. അതേപോലെ ഒന്നാണ് ഫെഡറേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഈസ് ആൻ എക്സ്റ്റേണൽ യൂസർ ഹു ആക്സസ് AWS റിസോഴ്സസ് യൂസിങ് ടെമ്പററി ക്രെഡൻഷ്യൽ ത്രൂ ഐഡൻറ്റിറ്റി ഫെഡറേഷൻ. ഇപ്പോൾ ഇത് എങ്ങനെയാ പറയുക വെച്ചാൽ നമുക്ക് ഈ ഫെഡറേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ കുറേ ഓർഗനൈസേഷൻ യൂസേഴ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, എന്നിട്ട് അവർക്ക് ഓൾറെഡി ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡ്, അവരുടെ ഒരു ആക്റ്റീവ് ഡയറക്ടറിയിൽ ഈ ഓർഗനൈസേഷനിലത്തെ എല്ലാ യൂസേഴ്സിൻ്റെയും യൂസർ ക്രെഡൻഷ്യൽ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. ഇപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് AWS ക്ലൗഡ് പുതിയതായിട്ട് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യൂസേഴ്സിനെ എല്ലാം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് AWS IAM യൂസ് ചെയ്ത് നമുക്കൊരു ഐഡൻറ്റിറ്റി ഫെഡറേഷൻ നടത്താൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. AWSലെ ഡോക്യുമെൻറ്റ്സിലും ഒക്കെ ഇത് ക്ലിയർലി മെൻഷൻ ചെയ്ത് നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഐഡൻറ്റിറ്റി ഫെഡറേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഓർഗനൈസേഷൻ ഒരു സിംഗിൾ സൈൻ ഓൺ വഴി നമുക്കിതിനെ ആക്സസ് ചെയ്യാം. ഓൾറെഡി യൂസർ അവരുടെ ഓർഗനൈസേഷൻ ക്രെഡൻഷ്യൽ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് നമുക്ക് AWS അക്കൗണ്ടിലേക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ IAM റോൾ ഉണ്ടല്ലോ, ഈ IAM റോളാണ് ക്രിയേറ്റ് ചെയ്യുക. ഈ IAM റോളിൽ നമ്മൾ പെർമിഷൻസ് അറ്റാച്ച് ചെയ്യും, ഈ യൂസറിന് എന്തൊക്കെ പെർമിഷൻ വേണമെന്നുള്ളത്. ഈ റോളിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് Azure ആക്റ്റീവ് ഡയറക്ടറിയിൽ ഇപ്പോൾ യൂസേഴ്സ് ഉണ്ട്. അവർക്ക് ആ യൂസേഴ്സിന് ഇതിൽ ഏത് റോളിൻ്റെ പെർമിഷനാണോ ഏത് റോളാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ റോളിൻ്റെ പെർമിഷൻ റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് AWS അക്കൗണ്ട് ആക്സസ് ചെയ്യാനും ഏതൊക്കെ റിസോഴ്സ് ആക്സസ് ചെയ്യാനും ആ പെർമിഷൻ റിലേറ്റഡ് ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ യൂസേഴ്സിനെ വിളിക്കുന്നതാണ് ഫെഡറേറ്റഡ് യൂസേഴ്സ്. ഇത് ഒരുവിധം എല്ലാ ഓർഗനൈസേഷനിലും ഇപ്പോൾ യൂസ് ചെയ്യണതാണ്. എന്താ വെച്ചാൽ അവർക്ക് ഒരു എക്സിസ്റ്റിംഗ് ഐഡൻറ്റിറ്റി സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സിലത്തെ യൂസേഴ്സിന് അതേ പെർമിഷനും അല്ലെങ്കിൽ അതേ റിലേറ്റഡ് ആയിട്ടുള്ള പെർമിഷൻ ഇവിടെ വേണം എന്ന് പറയുമ്പോൾ നമുക്ക് AWS ക്ലൗഡ് അഡ്മിൻ എന്നതിൽ നമ്മളിവിടെ ഒരു IAM റോൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ പറഞ്ഞ പെർമിഷൻസ് അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് ആ റോൾ ഡീറ്റെയിൽസ് ഇപ്പോൾ അവിടുത്തെ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ, ആക്റ്റീവ് ഡയറക്ടറി മാനേജ് ചെയ്യുന്ന ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ യൂസേഴ്സിന് അതിൻ്റെ റിലേറ്റ് ചെയ്ത റോൾ അറ്റാച്ച് ചെയ്യും. ആ റോൾ റിലേറ്റഡ് പെർമിഷൻസ് ആ യൂസേഴ്സിന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഹൗ IAM വർക്ക്സ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു പിക്ചർ ഫോമിൽ കാണിക്കുകയാണ്. അതായിരിക്കും കൂടുതൽ ഓർക്കാൻ എളുപ്പം. ഇപ്പോൾ പറഞ്ഞു നമ്മൾ പല യൂസേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. IAM യൂസർ, IAM റോൾ, പിന്നെ ഫെഡറേറ്റഡ് യൂസർ, ആപ്ലിക്കേഷൻ, ഇങ്ങനെ പല യൂസേഴ്സ്. അതിനിവിടെ വിളിക്കുക നമ്മൾ പ്രിൻസിപ്പൽ എന്നാണ്. ഇപ്പോൾ ഒരു AWS അക്കൗണ്ടിലേക്ക് ഈ പ്രിൻസിപ്പൽ ഏതെങ്കിലും ഒരു യൂസർ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. അവർ ഫസ്റ്റ് തന്നെ അവരുടെ യൂസർ നെയിം പാസ്വേഡ് സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡ് അവരുടെ ക്രെഡൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യണതാണ് അവരുടെ ഓതൻറ്റിക്കേഷൻ. അതായത് ആ റിക്വസ്റ്റ് ഫസ്റ്റ് ഓതൻറ്റിക്കേറ്റ്, ഇങ്ങനെ ഒരു യൂസർ എക്സിസ്റ്റിംഗ് ആണോ, ഇപ്പോൾ IAM യൂസർ ആണെങ്കിൽ നമ്മുടെ IAM പോർട്ടലിൽ അത് എക്സിസ്റ്റിംഗ് ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യും. അതാണ് ഫസ്റ്റ് ലെവലിൽ ചെയ്യുന്നത്, അതാണ് ഓതൻറ്റിക്കേഷൻ. ആ യൂസർ അങ്ങനെ എക്സിസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ യൂസറിന് എന്തൊക്കെ പെർമിഷൻ, അതാണ് ഓതറൈസേഷൻ. അത് AWS സൈഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് പോളിസീസ് ഉണ്ട്. ഇതിലിപ്പോൾ ഈ ഓതറൈസേഷൻ പറയുമ്പോൾ ഇതിലെ പോളിസിയിലത്തെ പെർമിഷൻ അനുസരിച്ച് എന്ത് പെർമിഷനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, എന്ത് പെർമിഷനാണ് ഈ യൂസേഴ്സിനെ അലൗ ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ AWS ഹെൽത്ത് ഇതാണ് കുറച്ച് ആഡ് ചെയ്തില്ല, ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി ആൻഡ് റിസോഴ്സ് ബേസ്ഡ് പോളിസി, അങ്ങനെ പിന്നെ കുറച്ച് വേറെ പോളിസീസും ഉണ്ട്.
ഈ ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ യൂസേഴ്സിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള പോളിസി. ഇപ്പോൾ യൂസേഴ്സിന് എന്തൊക്കെ പെർമിഷനാണ് അലൗ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഈ ജേസൺ ഫോമാറ്റിൽ ഇങ്ങനെയാണ് അതിൻ്റെ ജേസൺ ഫോമാറ്റിലെ മെയിൻ ഫീൽഡ്സ്. അതായത് ഒരു ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ അലൗ ചെയ്തിട്ടുണ്ടോ ഡിനൈ ചെയ്തിട്ടുണ്ടോ എന്നും സ്പെസിഫൈ ചെയ്യും. അത് കഴിഞ്ഞാൽ ആക്ഷൻസ്, ഇപ്പോൾ നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാനാണ്, അതല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനാണ്. അപ്പോൾ ലോഞ്ച് EC2 ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ മോഡിഫൈ EC2 ഇൻസ്റ്റൻസ്, ഡിലീറ്റ് EC2 ഇൻസ്റ്റൻസ്, അങ്ങനെ പല ആക്ഷൻസ് ഉണ്ട്. ആ ആക്ഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതനുസരിച്ചായിരിക്കും അവർക്ക് ഏത് ആക്ഷനാണ് അലൗഡ് എന്ന് പറയാം. പിന്നെ അതേപോലെ റിസോഴ്സ്, ഇതിൽ ഏത് റിസോഴ്സ്, നമുക്കൊരു പെർട്ടിക്കുലർ റിസോഴ്സ്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് പെർട്ടിക്കുലർ റിസോഴ്സ് ആക്സസ് ആണ്, പക്ഷേ വേറൊരു റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസൊക്കെ വരുമ്പോൾ നമുക്ക് റിസോഴ്സിൽ സ്പെസിഫൈ ചെയ്യാം ഈ റിസോഴ്സ്. അത് തന്നെ നമുക്കൊരു കണ്ടീഷനായിട്ടും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടാഗ്, ഇപ്പോൾ ഒരു പ്രോജക്റ്റിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടാഗ് കൊടുത്തു. ഇപ്പോൾ നമുക്കൊരു കണ്ടീഷനായിട്ട് കൊടുക്കാം, എല്ലാ റിസോഴ്സസും ഈ പെർട്ടിക്കുലർ ടാഗുള്ള റിസോഴ്സസ് കൊടുത്താൽ നമുക്ക് ഈ യൂസറിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത് ഈ യൂസേഴ്സിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ആ യൂസറിനെ ആ പെർട്ടിക്കുലർ റിസോഴ്സസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറയുന്ന ഒരു പോളിസിയാണ് ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ റിസോഴ്സ് ബേസ്ഡ് പോളിസി ഉണ്ട് AWS സൈഡിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു S3 ബക്കറ്റ് എടുക്കുക. ഈ S3 ബക്കറ്റിനൊക്കെ ബക്കറ്റ് സൈഡിലും നമുക്ക് ഇതേപോലെ ഒരു പോളിസി അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതേ ഫോമാറ്റിൽ, ജേസൺ ഫോമാറ്റിൽ തന്നെ നമുക്ക് ആ പോളിസി എഴുതാം. എന്നിട്ട് അതിലും സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ ഇഫക്റ്റ് പറയണം, അതേപോലെ തന്നെ അലൗ ആണോ ഡിനൈ ആണോ, അതിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ്, എന്തൊക്കെ റിസോഴ്സ് ആണ്, പിന്നെ അവിടെ നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യും. അങ്ങനെ പറയണ അതിനെയാണ് റിസോഴ്സ് ബേസ്ഡ് പോളിസി എന്ന് പറയണത്. പിന്നെ വേറെയും പോളിസീസ് ഉണ്ട്. അതായത് ചിലതൊക്കെയാണ് സർവീസ് കൺട്രോൾ പോളിസി എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിലൊക്കെ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ ഒരു അക്കൗണ്ട് ഒന്നും ആവില്ല, പല അക്കൗണ്ട്സ് ഉണ്ടാവും. ഈ പല അക്കൗണ്ട്സിനെ മാനേജ് ചെയ്യാനായിട്ട് ഓരോന്നിലും നമ്മൾ ഇതുപോലെ ഓരോ പോളിസി ക്രിയേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യും. ഇങ്ങനെ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പല അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്ത് ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലാക്കാം. അതായത് AWS ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സർവീസ്, അതിൻ്റെ അണ്ടറിൽ പല അക്കൗണ്ട്സിനിടാം. ആ അക്കൗണ്ടിലേക്ക് എല്ലാത്തിലേക്കും ഇഫക്റ്റീവായിട്ട് ഒരു പോളിസി വേണം എന്നൊക്കെ പറയാൻ ഈ സർവീസ് കൺട്രോൾ പോളിസി എന്ന് പറയുന്ന പോളിസിയൊക്കെ. അങ്ങനെ പല പോളിസീസിന് അത് ഓർഗനൈസേഷൻ ലെവലിൽ അറ്റാച്ച് ചെയ്താൽ ബാക്കി എല്ലാ അക്കൗണ്ടിലേക്കും ഇഫക്റ്റീവ് ആവും. അങ്ങനെയുള്ള ഇതൊക്കെയാണ് പല ഡിഫറെൻറ്റ് പോളിസീസ്. ഇപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഈ ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി, റിസോഴ്സ് ബേസ്ഡ് പോളിസിയൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നമ്മൾ പെർമിഷൻ കൊടുക്കണം എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രബിൾ ഷൂട്ടിംഗ് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു എറർ വന്നത്, ഇപ്പോൾ ഒരു യൂസറിന് ഒരു സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റണില്ല, അത് ചെക്ക് ചെയ്യാനും അതുപോലെ ഒരു പെർട്ടിക്കുലർ ആക്സസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ പോളിസീസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്. താങ്ക് യു. ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. താങ്ക് യു.